ഇതെൻ്റെ ടെറസിലെ ഗാർഡനാണ്. ഇതിനകത്ത് പച്ചക്കറികളും കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകളും എല്ലാം നട്ടിട്ടുണ്ട് ഞാൻ. ചെടികളും ഉണ്ട്. എല്ലാം കൂടെ മിക്സാക്കിയിട്ടാണ് നട്ട് വെച്ചേക്കുന്നത്. വഴുതനങ്ങയുണ്ട്, നാടൻ വഴുതനങ്ങ നട്ടിട്ടുണ്ട്. അതിനകത്തും അത്യാവശ്യം വേണ്ട കായകളൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചെറുനാരകത്തിൻ്റെ തൈ നട്ട് അത് വലുതായി. നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചതായിരുന്നു. അതിനകത്ത് നല്ലപോലെ കായ്ക്കും. ഇപ്പോൾ ചെറുതായി പൂ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കായെല്ലാം കഴിഞ്ഞു. ഒറ്റ കായ അതിലേക്ക് ഓരോന്നുണ്ട് എന്നല്ലാണ്ട് ഇപ്പോൾ കായയില്ല. പൂവാണ്. പൂവായി വരുന്നുണ്ട്. പേരക മരമുണ്ട്. പേരകത്തിലാണെങ്കിലും നല്ല വലിപ്പമുള്ള പേരയ്ക്ക, നല്ല ടേസ്റ്റ്. വെള്ള കളർ, ഉള്ളിലെല്ലാം നല്ല വെളുത്ത കളറാണ്. കായ്ക്കും നല്ലപോലെ. ഇപ്പോൾ ചെറിയ ചെടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത് കായ്ക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഓരോ കമ്പിൻ്റെ ഇടയ്ക്കൂടെ വരെ കായാണ്. അത്ര വലിയ വിധത്തിലുള്ള കായകൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മൾ ഉറുമാമ്പഴമുണ്ട്. അത്യാവശ്യം വേണ്ട ഇങ്ങനത്തെ ഫ്രൂട്ട്സ് സാധനങ്ങളെല്ലാം ഞാൻ ടെറസിൽ നട്ടിട്ടുണ്ട്. മലേഷ്യൻ ഓറഞ്ച്, അത് സാധാ ഒരു നഴ്സറിയിൽ പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ അവർ സാധാരണ ഓറഞ്ചാണെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തന്നത്. പക്ഷേ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതിനകത്ത് കായ് വന്നു. കായ് എത്ര നോക്കിയിട്ടും അത് വലുതാവുന്നില്ല, ചെറുതായി തന്നെ ഇരിക്കുക. അപ്പോൾ പഴുക്കാൻ തുടങ്ങി. ഒരു ദിവസം നോക്കുമ്പോൾ പഴുക്കാൻ തുടങ്ങിയപ്പോൾ അത് ആദ്യം തോല് പൊളിച്ചൊക്കെ തിന്നു ഞങ്ങൾ. വളരെ ചെറുതായിരുന്നു, നല്ല ടേസ്റ്റ്, മധുരം. പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് മലേഷ്യൻ ഓറഞ്ചാണെന്നുള്ളത്. അത് തൊണ്ടടക്കം അത് നമുക്ക് തിന്നാം. ഇതൊക്കെ നാട്ടിലൊക്കെ കിട്ടുന്ന ഞൊട്ടാഞ്ഞൊടി എന്ന് പറയുന്ന സാധനം അതാണ്. അത് ഹൈബ്രിഡാണിത്. മാളുകളിലൊക്കെ മേടിക്കാൻ കിട്ടും. അത് വിത്തിട്ട് മുളപ്പിച്ച് എടുത്തതാണ്. അതിൻ്റെ കായ എങ്ങനെയാണെന്ന് വെച്ചാൽ നാട്ടിലെ പോലെ നമുക്ക് കാട്ടിലൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ക്രീം കളറിൽ അതിൻ്റെ ഫ്രൂട്ട് ഉണ്ടാവുക. പക്ഷേ ഇത് നല്ല ഓറഞ്ച് കളറാണ്. ഇങ്ങനെ കുറച്ച് ചില്ലറ സാധനങ്ങളെല്ലാം ടെറസിൽ നട്ടിട്ടുണ്ട്. അത്യാവശ്യം ഇങ്ങനത്തെ വലിയ പോട്ടിലാണ് നട്ടേക്കുന്നത്. ഞാൻ ഡ്രമ്മ് മേടിച്ച് അതിനകത്ത് മണ്ണ് നിറച്ചിട്ടാണ് നട്ടേക്കുന്നത്. രാവിലെ തന്നെ വന്ന് വെള്ളം ഒഴിക്കുക. എന്താണെന്ന് വെച്ചാൽ വെയിൽ മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര വെയിലായിരിക്കും. ചെടികൾക്ക് ഉച്ചയാകുമ്പോൾ വെള്ളം ഒഴിച്ചാലും അത്ര നന്നായിരിക്കില്ലല്ലോ. അതുകൊണ്ട് രാവിലെ തന്നെ വന്ന് വെള്ളം ഒഴിക്കും. ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ഒരു 4-4:30 5 മണി വെയിൽ ആറിയതിന് ശേഷം പിന്നെ ഒന്ന് വെള്ളം ഒഴിക്കും. ഞാൻ ഗ്രേപ്സൊക്കെ നട്ടിട്ടുണ്ട്. പക്ഷേ ഗ്രേപ്സ് അത്ര നല്ലപോലെ വന്നില്ല. അതിനെന്തോ എനിക്ക് അറിയില്ലാത്തത് കൊണ്ടായിരിക്കാൻ വേണമെങ്കിൽ അത് അത്ര നല്ലപോലെ വളർന്നു വന്നില്ല. അതിൻ്റെ ഇലയെല്ലാം കുറച്ച് മുരടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചാമ്പങ്ങ 3 തരം ചാമ്പ നട്ടിട്ടുണ്ട് ഞാൻ. ഇത് ആപ്പിൾ ചാമ്പ, വലിയ ചുമന്ന കളറായിരിക്കും. ഉള്ളിൽ മുറിച്ച നല്ല ആപ്പിൾ മാതിരിയുണ്ട്. പിന്നെ പനിനീർ ചാമ്പ, പിന്നെ നാടൻ ചാമ്പ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഞാൻ നട്ട് വളർത്തിയതാണ്. അതുമുണ്ട്. പിന്നെ വലിയ മുളക്, സാമ്പാർ മുളക്, ഇതെല്ലാം ഇങ്ങനത്തെ സാധനങ്ങളാണ് ടെറസിലൊക്കെ നട്ടേക്കുന്നത് ഞാൻ. അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ മുള്ളങ്കി ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ നടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വെയിൽ കൂടുതലായതുകൊണ്ട് അങ്ങനത്തെ ഒന്നും നടുന്നില്ല. ഇപ്പോൾ വെറും ഇങ്ങനത്തെ മരങ്ങൾ മാത്രമേ ഉള്ളൂ. മുരിങ്ങ മരമുണ്ട്. മുരിങ്ങ മരത്തെ കായ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ചില്ലറ ഗാർഡനിങ് ആണ് എൻ്റെത്. 10 ദിവസം 15 ദിവസം കൂടുമ്പോൾ ഞാൻ അതിന് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കും. ചാണകവും എല്ലുപൊടിയും ഇങ്ങനെ മിക്സാക്കിയിട്ട് അത് മണ്ണെല്ലാം ഇളക്കി അതിനകത്ത് ഇട്ട് കൊടുക്കും. ഡ്രമ്മുകളിലാണ് കൂടുതലും വെച്ചേക്കുന്നത്. ഈയിടെ ഞങ്ങൾ അടുത്ത ദിവസം മേടിച്ചതാണ് ഈ ഇത് സീതാപ്പഴം എന്നൊക്കെ പറയുമല്ലോ, അത് തന്നെ സാധനം. അത് നോക്കുമ്പോൾ പൂവിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ചെറുതല്ല, ഇത്ര ചെറിയ മരത്തിൻ്റെ മേലെ കായ ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഇത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വെള്ളം എല്ലാം ഒഴിച്ച് എല്ലാം ഒന്ന് സെറ്റാവും. ഓക്കെ, ബൈ.